വച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. വിളിക്ക്, പോലീസിനെ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രശസ്തമായ ജ്വല്ലറിയുടെ പാലക്കാടുള്ള ഷോറൂമിൽ വെച്ച് നടന്ന നിക്ഷേപകരുടെ ഒരു അംഗമെട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പൈസ കൊടുത്തിട്ട്, ക്യാഷ് കൊടുത്തിട്ട് ഗോൾഡ് ബുക്ക് ചെയ്തിട്ട് ഗോൾഡ് മേടിക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ കടയിൽ ഇവർക്ക് കൊടുക്കാൻ സ്വർണ്ണമില്ലെന്ന് മാത്രമല്ല ആ കടയിൽ ഒരു തരി സ്വർണ്ണവും ഇരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിക്ഷേപകരുണ്ടാക്കിയൊരു പ്രശ്നത്തിൻ്റെ വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ച് മലബാറിലുള്ളവർ, മുസ്ലിം മതവിശ്വാസികളെല്ലാം തന്നെ അവർ സ്വർണ്ണക്കടകളെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്, നിക്ഷേപം നടത്താറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മതപരമായിട്ട് പലിശ വാങ്ങുന്നത് നിഷിദ്ധമായതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സ്വർണ്ണക്കടകളിൽ നിക്ഷേപം നടത്തിയാൽ അവർ നടത്തുന്ന ബിസിനസ്സിൻ്റെ ലാഭം മേടിച്ചു കഴിഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നുള്ളൊരു അവരുടെ മതപരമായ വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ ഇത് അനുവദനീയമാണോ ഇന്ത്യയിലെ നിയമപ്രകാരം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ജ്വല്ലറി കാണുമ്പോൾ നമുക്ക് എല്ലാം ഒരേ ജ്വല്ലറിയാണ്, പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഒന്ന്, ഒരു ജ്വല്ലറി LLC ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. മറ്റൊന്ന് LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, അതായത് ഒരു കൂട്ടം ആളുകൾ പാർട്ട്ണർഷിപ്പിൽ ഒരു ഫേം നടത്തിക്കൊണ്ടുവന്നു, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അങ്ങനെ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു ജ്വല്ലറി കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ളത് ആദ്യം അവരോട് ചോദിക്കണം. ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇല്ലീഗൽ, അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അത് കമ്പനീസ് ആക്ടിൻ്റെ 2013 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 71 ലംഘനമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് ആഴ്ചയിലോ മാസത്തിലോ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അങ്ങനെയുള്ള അവസരത്തിലും പല ജ്വല്ലറികളും ചെയ്യാറ് അഡ്വാൻസ് എന്ന പേരിൽ പൈസ സ്വീകരിക്കാറുണ്ട്. അഡ്വാൻസ് എന്ന പേരിൽ പൈസ സ്വീകരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആഴ്ചയിലോ മാസത്തിലൊക്കെ അവർ തിരിച്ച് റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ, തിരിച്ച് നിങ്ങൾക്ക് ലാഭമോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ബോണസോ ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അത് ജ്വല്ലറി ആയി കഴിഞ്ഞാലും ഇനി വേറെ എന്തായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഹൈർച്ചുകാർ നടത്തുന്ന ഓൺലൈൻ ഷോപ്പിംഗ് ആയി കഴിഞ്ഞാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ അവകാശമില്ലാതെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ജ്വല്ലറികൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവരിനി എന്തെഴുതി തന്നാലും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മുദ്രപേപ്പറിലൊക്കെ എഴുതി തന്നാൽ പോലും ഇത് അവർ നടത്തുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അത് ആരെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ROCയിലെ രജിസ്ട്രേഷൻ വരെ ചിലപ്പോൾ റദ്ദാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതുള്ള ഒരു കേസ് LLPകളാണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമുകൾ. ഇതൊരു കമ്പനിയല്ല, ഒരു സംരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിൽ ഒരുപാട് ജ്വല്ലറികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്തുത ജ്വല്ലറിയും ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LLP ആയിരിക്കും, LLC ആയിരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഈ LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലവിധ ലൂപ്പ് ഹോൾസ് ഉണ്ട്. LLPക്ക് അതിൽ എത്ര പാർട്ട്ണർമാരെ വേണമെങ്കിലും ഉൾപ്പെടുത്താം. ഇതെല്ലാം ROCയിലെ രേഖകൾ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാർട്ട്ണർമാർക്ക്, കേരളത്തിൽ നിലവിലുള്ള ഇത്തരം ജ്വല്ലറികളിലെ പാർട്ട്ണർമാർക്ക് തങ്ങൾ ഈ കമ്പനിയുടെ ഒരു ഉടമസ്ഥനാണ് എന്നുള്ള സത്യം അറിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇങ്ങനെയുള്ള ഒരു ജ്വല്ലറി ഉണ്ടാക്കിയിട്ട് അവർ വളരെ ചെറിയ പൈസ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. 25,000 30,000 ഒക്കെ എടുത്തിട്ട് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ അങ്ങനെ ഒരു സാധ്യതയിലുണ്ട്. അത് അവരായിരിക്കും, ഈ ജ്വല്ലറിയുടെ ഓണർമാരായിരിക്കും. 10 ലക്ഷം വെച്ചിട്ട് ചിലപ്പോൾ 10 പേരെടുത്ത് മേടിച്ചിട്ടായിരിക്കും ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. അവരെല്ലാം പാർട്ട്നേഴ്സ് ആയിരിക്കും. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർക്ക് ഈ പാർട്ട്ണർമാരുടെ മുകളിൽ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ട്. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാനെല്ലാം പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ആളുകളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടായിരിക്കും ഇവർ ബിസിനസ് റൺ ചെയ്യുന്നത്. പക്ഷേ ഈ നിക്ഷേപിച്ച 10 പേരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കുക ഒരു നിക്ഷേപം എന്ന നിലക്കായിരിക്കും. അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസത്തിലൊക്കെ ഇത്ര റിട്ടേൺസ് ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുക. അവരിത് തങ്ങളുടെ ബാങ്കിലൊക്കെ ഇട്ടതുപോലെ ഒരു നിക്ഷേപമാണെന്ന് കരുതിയിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ നിയമപ്രകാരം അവർ ഈ കമ്പനിയുടെ ഉടമസ്ഥരാണ്. ഈ കമ്പനിയുടെ ഉടമസ്ഥരായി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എവിടെയും പരാതിപ്പെടാനൊന്നും സാധിക്കില്ല. കാരണം ഇവർ നിയമപ്രകാരം ഈ ലാഭനഷ്ടത്തിന് സാധ്യതയുള്ള ഒരു ബിസിനസ് തുടങ്ങിയ ആളുകളാണ്. അപ്പോൾ തങ്ങളെ പറ്റിച്ചു എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഇങ്ങനെയാണ് ഒരു
ചതി ഇതിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള LLPകൾ. അതല്ല LLPകൾ തന്നെയും ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡൊന്നും ഉണ്ടാക്കാതെ മെമ്മോറണ്ടൊന്നും ഉണ്ടാക്കാതെ ROCയിലെ ഒരു രേഖകളും ഇല്ലാതെ ഡെപ്പോസിറ്റ് എന്ന പേരിൽ 100 പേജിൻ്റെ നോട്ട് പുസ്തകം മേടിച്ച് മേടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതും കമ്പനീസ് ആക്ടിൻ്റെ വയലേഷനാണ്. ഇന്ത്യയിലെ മറ്റു പല ജനറൽ ആക്ടുകളുടെയും വയലേഷനാണ്. വെൽസ് ആക്ട് പോലുള്ള നമ്മുടെ അനധികൃത നിക്ഷേപം നിയന്ത്രിക്കുന്ന ആക്ടുകളുടെ ഉൾപ്പെടെ വയലേഷനാണ്. അപ്പോൾ ഈ 2 തരം ജ്വല്ലറികൾ ആയിക്കഴിഞ്ഞാലും ആളുകളുടെ കയ്യിൽ നിന്ന് റിട്ടേൺസ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. LLP ആയിക്കഴിഞ്ഞാലും LLC ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ ജ്വല്ലറിക്കാർ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ചോദിക്കണം ഇത് LLC ആണോ LLP ആണോ. LLP ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയല്ല, നിങ്ങളതിൽ പാർട്ട്ണർ ആവുകയാണ്. ലാഭനഷ്ടത്തിന് സാധ്യതയുള്ള ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റവരെ പഴിചാരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഒരുപാട് ജ്വല്ലറികൾ പൈസ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈറിച്ചിലുള്ള ഒരു വനിത അവരുടെ മകനും കോഴിക്കോട് സ്വദേശിയായ ഒരു വനിതയും മകനും അവർ ഇതിൽ നിന്ന് ഒരുപാട് കോടികൾ ഉണ്ടാക്കിയതാണ്. അവരിപ്പോൾ നിലവിൽ ഒരു ജ്വല്ലറിയുടെ ഭാഗമായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ജ്വല്ലറിയുടെ ഓണറുമായിട്ട് ഒരിക്കൽ സംസാരിച്ചിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സാധ്യതയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ LLP ആയിട്ടാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഞങ്ങൾ ROCയിൽ പൈസ പിടിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ പാർട്ണർമാരായിട്ട് ROC രേഖകൾ കാണിക്കുന്നുണ്ട്. 5-6ഓളം LLP ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം അതിൽ പൈസ ഇട്ട ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുക. അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഞങ്ങൾ ഈ കമ്പനിയുടെ ഓണറാണ് എന്നുള്ള വിവരം അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഒരുപാട് സാധാരണക്കാർ ഞാൻ ഈ പറഞ്ഞ ജ്വല്ലറിയുടെ ഇത് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും എറണാകുളത്തൊക്കെ ഷോറൂമുണ്ട് ഇവർക്ക്. ഈ ജ്വല്ലറിയുടെ സ്കീമിലേക്ക് ലക്ഷങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർ ഈ കടയുടെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല, ഞങ്ങൾ ആളുകളെ പാർട്ട്ണർമാരാക്കി മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ, അല്ലാതെ ഒരുവിധ സ്കീമുകൾ നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ മീറ്റിംഗ് എല്ലാം വളരെ രഹസ്യാത്മകമായിട്ടാണ് ചെയ്യുന്നത്. അവരെവിടെയും തന്നെ റിട്ടേൺസ് തരുന്നു എന്നൊന്നും എഴുതി വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. യൂട്യൂബ് വീഡിയോസ് ഒന്നുമില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇവരുടെ പ്രൊമോട്ടർമാർ റിട്ടേൺസിൻ്റെ കാര്യമൊക്കെ ഫിസിക്കൽ മീറ്റിങ്ങിൽ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ജ്വല്ലറി റൺ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഹൈറിച്ചിൽ വളരെയധികം പൈസ ഉണ്ടാക്കിയ ഒരു ലേഡി ഇതിലേക്ക് പൈസ ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ ഇത് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പൈസ നിക്ഷേപിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നുണ്ട്. അതിന് റിട്ടേൺസ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ നിക്ഷേപം സ്വീകരിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്. മണി ചെയിൻ മാതൃകയിലാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, അവരുടെ കെറോഫിൽ വരുന്ന നിക്ഷേപങ്ങൾക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വിവാദം ഉണ്ടായിട്ടുള്ള ഈ ജ്വല്ലറിയും ഇതേ രീതിയിലാണ് ചെയ്തിരുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ വരുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ പരാതിയില്ലാത്തതുകൊണ്ട് കേസെടുക്കാത്തതാണോ എന്നറിയില്ല. പോലീസ് എന്തായാലും ഇതുവരെ ഈ മണി ചെയിൻ നടത്തിയതിന് ഇതുവരെ ഈ ജ്വല്ലറിക്കെതിരെ കേസെടുത്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള LLPകളായാലും LLCകളായി കഴിഞ്ഞാൽ ഒരുപാട് ജ്വല്ലറികൾ ഇങ്ങനെ ക്യാഷ് മേടിച്ചിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടും അതുപോലെ LLPകൾ പാർട്ട്ണർമാരായിട്ട് ആളുകൾ ഉൾപ്പെടുത്തിയിട്ടും ഇതേ പൈസ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അത് വലിയ അപകടമാണ്. അടിയിൽ ചേർന്നവരുടെ പൈസ മുകളിലുള്ളവർക്ക് റിട്ടേൺസ് ആണെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ആളെ ചേർത്തവർക്ക് കമ്മീഷനായിട്ടൊക്കെ കൊടുത്തിട്ട് ഇതേ പൈസ വെച്ചിട്ട് ബിസിനസ്സിൽ നിന്ന് ഉള്ള ലാഭമല്ല, ഇതേ പൈസ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ അപകടമാണ്. അടിയിൽ ചേരാൻ ആളില്ലാതെ വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മുങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ജ്വല്ലറിയിൽ സ്വർണ്ണമില്ലാത്ത അവസ്ഥ വന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഈ മേടിച്ചവർക്ക് ഡെപ്പോസിറ്റ് മേടിച്ചവർക്ക് റിട്ടേൺസ് അവരുടെ തന്നെ പൈസ കൊടുക്കുകയും അത് കഴിഞ്ഞാൽ ലാഭം എന്ന വില അടിയിൽ ചേർന്നവരുടെ പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് വലിയ വഞ്ചനയും ഇങ്ങനെയുള്ള കേസുകൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയുള്ള മലബാറിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു പലിശ ശുദ്ധമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൻ റിസ്കുകൾ എടുത്തിട്ട് ഇങ്ങനെയുള്ള ജ്വല്ലറികളിൽ പൈസ കൊണ്ടുപോയിട്ട് ഇടുന്നത് നിക്ഷേപം എന്ന പേരിൽ. പക്ഷേ ഒരു കാര്യം വിസ്മരിക്കാതിരിക്കാൻ വയ്യ, അങ്ങനെയുള്ള നിക്ഷേപം സ്വീകരിച്ചിട്ട് നല്ല നിലയിൽ ബിസിനസ് നടത്തിയിട്ട് ലാഭം വിതരണം ചെയ്യുന്ന ആളുകളുമുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഇത് നിയമപ്രകാരം അനുവദനീയമല്ലെങ്കിലും അങ്ങനെയും ചെയ്യുന്ന ഒരുപാട് സത്യസന്ധരായ വ്യാപാരികളുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ വഞ്ചിക്കുന്ന ആളുകളും നിലവിലുണ്ട്. ഇങ്ങനെയുള്ള നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള പലിശ നിഷിദ്ധമായ ആളുകൾക്ക് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. ചിലരൊക്കെ പൈസ ബാങ്കിലിടും, എന്നിട്ട് ഇതിൻ്റെ പലിശ വേണ്ട എന്ന് ബാങ്കുകാരോട് പറയും. ഒരിക്കലും ചെയ്യരുത്. കാരണം ഇന്ത്യയിലെ കറൻസി രൂപ ഒരു വർഷത്തിൽ 6% അതിന് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. പണപ്പെരുപ്പത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. 1 ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്നേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത കൊല്ലം ഇതേ ദിവസം 6000 രൂപ അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് 1 ലക്ഷം രൂപക്ക് നടക്കുന്ന കാര്യം അടുത്ത കൊല്ലം ഇതേ ദിവസം 1,06,000 രൂപയ്ക്ക് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറൻസിയുടെ വാല്യൂ ഇൻഫ്ലേഷൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6% എങ്കിലും റിട്ടേൺസ് അതിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ പൈസ വെറുതെ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ഇൻട്രസ്റ്റ് വേണ്ട എന്ന് പറയുകയോ ചെയ്യരുത്. ഇങ്ങനെയുള്ള പലിശ നിഷിദ്ധമായി അത് അത്ര കണ്ട് സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് മ്യൂച്വൽ ഫണ്ടുകളാണ്. അങ്ങനെയുള്ള എത്തിക്സ് മ്യൂച്വൽ ഫണ്ടുകൾ നിലവിലുണ്ട്. നമ്മുടെ പ്രമുഖമായിട്ടുള്ള എത്തിക്സ് ഫണ്ട് പറയുകയാണെങ്കിൽ ടാറ്റയുടെ എത്തിക്സ് ഫണ്ട് ഉണ്ട്. ഇങ്ങനെയുള്ള എത്തിക്സ് ഫണ്ടുകൾ അവരൊരിക്കലും ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമായ ഒരു
ഒരു വ്യാപാരമോ അല്ലെങ്കിൽ ഉൽപ്പാദനമോ നടത്തുന്ന ഒന്നിൻ്റെയും ഷെയറുകൾ മേടിക്കില്ല. ബാങ്കുകൾ, മദ്യ ഉൽപ്പാദന കമ്പനികൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഹലാലായ മാർഗത്തിലൂടെയുള്ള ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകൾ മാത്രം മേടിച്ചിട്ട് നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുണ്ട്. ടാറ്റയുടെ പോലത്തെ മറ്റനവധി എത്തിക്സ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പൈസ ഇത്തരം റിസ്കുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയായിരിക്കും നല്ലത്. കാരണം ഒരുപാട് നാളത്തെ അധ്വാനമായിരിക്കും ഒരുപക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കുറച്ച് ലക്ഷങ്ങൾ അത് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ വിചാരിച്ചു കഴിഞ്ഞാലും അത്ര കണ്ട് നമുക്ക് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ജ്വല്ലറികളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളുമായിട്ട് കൃത്യമായിട്ടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ആരംഭിക്കുക. LLP ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇതിൻ്റെ രേഖകൾ, കമ്പനി രേഖകളെല്ലാം പരിശോധിക്കാൻ അറിയുന്ന ആളുകളുമായി പോയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇടുക. ഇങ്ങനെയുള്ള സത്യസന്ധമായി നടത്തുന്ന ആണെങ്കിൽ പോലും, ജ്വല്ലറി ആണെങ്കിൽ പോലും അവർ ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റൊരു വിഷയമായി വീണ്ടും വരാം.